ഹലോ, ഫ്രൈഡ് റൈസാണ് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തയ്യാറാക്കേണ്ടത് റൈസാണ്. റൈസ് വേവിക്കുമ്പോൾ കുഴഞ്ഞു പോകാതെ പകുതി വേവിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. പിന്നീട് റൈസ് ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് പാകത്തിനായിട്ട് കിട്ടും. ഞാൻ എടുത്തിരിക്കുന്ന ബസ്മതി റൈസാണ്. റൈസ് മാത്രമായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും സോയാ സോസും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. എഗ്ഗിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും വേറെ ഉപയോഗിക്കാം. വെളിച്ചെണ്ണയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറും. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം. ഇതേ ഓയിലിൽ തന്നെ എഗ്ഗ് കൂടി ഫ്രൈ ചെയ്യുക. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇത് ക്യാപ്സിക്കം പോലത്തെ വലിയ ചുമന്ന മുളകാണ്. അധികം എരിവുണ്ടാവില്ല ഇതിന്. സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ് അരിഞ്ഞത്, ഇതെല്ലാം അരിഞ്ഞെടുക്കുമ്പോൾ പൊടിപ്പൊടിയായിട്ട് വേണം അരിയാനായിട്ട്. സെല്ലറിയാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് ക്യാപ്സിക്കം ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. സെല്ലറിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ സെല്ലറി എടുത്തത്. ഒണിയൻ ലീഫ്, ഇതെല്ലാം കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച റൈസ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് കൈയെടുക്കാതെ റൈസ് നല്ല ഫ്രൈ ആവണ വരെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. റൈസ് കുക്ക് ചെയ്യുന്നതിന് 2 മെത്തേഡുണ്ട്. ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ റൈസ് വേവിച്ചിട്ട് തണുത്തതിന് ശേഷം അത് ഫ്രിഡ്ജിലെടുത്ത് വെക്കും. ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്ന സമയത്ത് ഈ തണുത്ത റൈസാണ് ഫ്രൈഡ് റൈസ് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിതിപ്പോൾ തലേ ദിവസം കുക്ക് ചെയ്ത റൈസല്ല, സെയിം ഡേ തന്നെ കുക്ക് ചെയ്തതാണ്. പക്ഷേ ചൂടോടെ തന്നെ പാനിലിട്ട് ഫ്രൈ ചെയ്യരുത്. റൂം ടെമ്പറേച്ചറിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് പാനിലിട്ട് ഫ്രൈ ചെയ്യണത്. ചൂടോടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈസ് പെട്ടെന്ന് പൊട്ടിപ്പോവും.
രണ്ടാണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് ഒരുപോലെ തന്നെ ആയിരിക്കും. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. സോയാ സോസ്. ഇതിൽ ചേർത്തിരിക്കണ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. റൈസ് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ കളറ് മാറിയിട്ടുണ്ട്, ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട് റൈസ്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും എഗ്ഗും ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അവസാനമായിട്ട് അല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൽ ചേർത്തിരിക്കുന്ന ടൊമാറ്റോ സോസിൻ്റെ ആ പുളിയും ഉപ്പെല്ലാം നല്ല ബാലൻസ് ആവാനായിട്ടാണ്. ഫ്രൈഡ് റൈസ് നല്ല കറക്റ്റ് പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. റൈസൊക്കെ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത എൻ്റെ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ചില്ലി ചിക്കനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക് യു.